ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ക്യാബേജ് ചേർത്തുണ്ടാക്കുന്ന ഓംലെറ്റാണിന്ന്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ ധാരാളമാണ്. കോഴിമുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളും ഇത് സ്വാദോടെ കഴിച്ചോളും. ക്യാബേജിൽ നിന്ന് ആവശ്യത്തിനുള്ള ഇതളുകൾ എടുക്കാം. കോഴിമുട്ട ചേർത്തുണ്ടാക്കുന്നതായതുകൊണ്ട് ന്യൂട്രീഷ്യസ് ആണ്. നീളത്തിലാണ് ക്യാബേജ് നുറുക്കിയേക്കണേ. 10 ഇതളുകൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇലയുടെ അത്ര തന്നെ നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരെണ്ണത്തിൻ്റെ മഞ്ഞക്കരു മാറ്റി വയ്ക്കാം. ആകെ 3 കോഴിമുട്ടയാണ് എടുക്കണേ. അതിൽ നിന്ന് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കോഴിമുട്ടകളും മാറ്റി വെച്ച മഞ്ഞക്കരുവിൻ്റെ വെള്ളയും ചേർത്തിട്ടാണ് നല്ലോണം യോജിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ടും ആയിട്ടുണ്ട്. ആകെ 3 കോഴിമുട്ട, ഒരു മഞ്ഞക്കരു മാറ്റി വെച്ചു. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ക്യാബേജ് അരിഞ്ഞതിടാം. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. പരത്തിയിട്ടാൽ വേഗം വെന്തോളും. ഈ ഡിഷ് വൈകുന്നേരം രാത്രിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒരാൾക്ക് മതിയെന്ന് വെച്ചാൽ കോഴിമുട്ടയുടെ എണ്ണം കുറയ്ക്കാം. ഇനി 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇളക്കി യോജിപ്പിക്കാം. അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കാം. ഇനി കോഴിമുട്ട മിക്സ് ചെയ്ത് വെച്ചത് ചേർക്കാം. കോൺഫ്ലോർ ചേർത്തതുകൊണ്ട് ചേർന്നിരുന്നുള്ളൂ എല്ലാം കൂടി. ഇപ്പം എല്ലാം യോജിപ്പിച്ച് വട്ടത്തിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നടുവിലേക്ക് മാറ്റി വെച്ച മഞ്ഞക്കരു ചേർക്കാം. കോഴിമുട്ട ചേർക്കുമ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. ഇതിലേക്ക് വേണ്ട ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഇനി അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം. സൈഡൊക്കെ ഇത്തിരി റോസ്റ്റായ പോലെ ആയിട്ടുണ്ട്. ചുറ്റും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 30 സെക്കൻഡ് കൂടെ അടച്ചെന്നിരിക്കട്ടെ. ഇപ്പോൾ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മുകളിൽ ഇത്തിരിയും കൂടി കുരുമുളക് പൊടി വിതറാം. ഹെവി ഡിഷാണ്. ഇത് മാത്രമായിട്ട് കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.